ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ക്ലിപ്പിംഗ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലിപ്പിംഗ് എന്നുള്ളത്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് പറഞ്ഞത് അല്ലേ. വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് ആൻഡ് വ്യൂ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ഈസ് ടു ബി ഡിസ്പ്ലേഡ്. ഓക്കെ, അപ്പോൾ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനെ കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയുക അതിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ദ പോർഷൻ ഔട്ട്സൈഡ് ദ വിൻഡോ. ആ വിൻഡോയിലേക്ക് നമുക്ക് വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേ, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള പോർഷൻ്റെ ഔട്ട്സൈഡ്, അതിൻ്റെ പുറത്തുള്ള ഭാഗം അല്ലെങ്കിൽ അതിൽ പെടാത്ത ഭാഗത്തിനെ കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു വിൻഡോ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വ്യൂ പോർട്ട്. നമ്മൾ വിൻഡോയിൽ ക്ലിപ്പ് ചെയ്ത് കളയുന്നതും വ്യൂ പോർട്ടിൽ ക്ലിപ്പ് ചെയ്ത് കളയുന്നതും. വിത്ത് റെസ്പെക്ട് ടു വിൻഡോ, ക്ലിപ്പ് വൈൽ സെലക്ടിങ് ദ വിൻഡോ പോർഷൻ സെലക്ട് ചെയ്യുന്നിടത്ത് നടക്കുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു വിൻഡോ. ആൻഡ് വ്യൂ പോർട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലിപ്പ് ആഫ്റ്റർ സേവിങ് ദ ഇമേജ് ടു ദ വ്യൂ പോർട്ട് ഈസ് കോൾഡ് വിത്ത് റെസ്പെക്ട് ടു വ്യൂ പോർട്ട്. ഓക്കെ, അപ്പോൾ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്യും, ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കുക, ഈ ഇമേജിൻ്റെ ഈ ഒരു വിൻഡോ, ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കിളിന് ഇൻസൈഡിലുള്ള ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഔട്ട്സൈഡിലുള്ള ഏരിയനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പ്രൊസീജിയർ ആണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫൈൻസ് ദ വിൻഡോ ഏരിയ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഏത് പോർഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് വിൻഡോ അല്ലെങ്കിൽ ക്ലിപ്പ് ഏരിയനെ അല്ലെങ്കിൽ വിൻഡോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡിഫൈൻ ദ വിൻഡോ ഏരിയ ആൻഡ് ഡിസ്കാർഡ് ദ പൊസിഷൻ ഔട്ട്സൈഡ് ദ വിൻഡോ. ഈ ഇതിൻ്റെ ബൗണ്ടറീസിന് പുറത്തുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കാർഡ് ചെയ്യുന്നു. സോ ആഫ്റ്റർ ക്ലിപ്പിംഗ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ദിസ് ഇസ് ഇനി വിൻഡോ ടു വ്യൂ പോർട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് വിൻഡോവിംഗ് ആണ്. ഇവിടുത്തെ ഈ ഒരു പോർഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് ആൻഡ് വേർ ഈസ് ടു ബി ഡിസ്പ്ലേഡ്. ആഫ്റ്റർ വ്യൂവിംഗ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പിംഗ് ഉണ്ട്, പലതരത്തിൽ ക്ലിപ്പിംഗ് ഉണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് പോയിന്റ് ക്ലിപ്പിംഗ്, ലൈൻ ക്ലിപ്പിംഗ്, പോളിഗൺ ക്ലിപ്പിംഗ്, ഇനിയും ഉണ്ട്. സർക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ക്ലിപ്പിംഗ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ടെക്സ്റ്റ്, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ദാറ്റ് ഈസ് ടെക്സ്റ്റ് ക്ലിപ്പിംഗ്. പോയിന്റ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിനെ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് പോയിന്റ് ക്ലിപ്പിംഗ്. ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് അല്ലെങ്കിൽ ലൈൻസിൻ്റെ ആവശ്യമുള്ള പോർഷനെ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് ലൈൻ ക്ലിപ്പ്. പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ പോളിഗൺ ഷേപ്പിൽ ഏത് പോർഷനാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പോളിഗൺ ക്ലിപ്പിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇമേജ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഏരിയ. ഇതിൽ നമ്മളിങ്ങനെ ഒരു ഇമേജ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഇങ്ങനത്തെ ഒരു ഇമേജ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പോർഷനകത്ത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, ക്ലിപ്പ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള പോർഷനാണ്. ഇത്രയും പോർഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ളതാണ്, അത് നമുക്ക് വേണ്ട. ഇത് നമ്മുടെ ഔട്ട്സൈഡ് വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോയിന്റ് ക്ലിപ്പിംഗ് എന്താണെന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് വിചാരിക്കുക. ഈ വിൻഡോൻ്റെ അകത്തുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വിൻഡോൻ്റെ അകത്തുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു പോയിന്റ് ആണ് വിചാരിക്കുക. ഈ പോയിന്റ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. ഇനി ഒരു പോയിന്റ് ഇവിടെ ഈ വിൻഡോന് പുറത്തുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ വിൻഡോൻ്റെ ഈ സൈഡിൽ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഒക്കെ നമ്മൾ സപ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് വിൻഡോ ഉള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഇൻസൈഡിൽ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ വേറൊരു പോയിന്റ് കൂടി സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ബൗണ്ടറി ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ഷനിലേക്ക് പോകുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ക്ലിപ്പിംഗ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? നമുക്ക് ഓൾറെഡി നമ്മുടെ ബൗണ്ടറിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ വിൻഡോന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. ആ ബൗണ്ടറിന്റെ ഉള്ളിലാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ എക്സും വൈയും കോർഡിനേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ആണ് എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് വിൻഡോയിലുള്ളതിനെ എലിമിനേറ്റ് ചെയ്തു. സോ ദിസ് ഇസ് എലിമിനേറ്റഡ് ആൻഡ് ദിസ് ഈസ് ഓൾസോ എലിമിനേറ്റഡ്. നമുക്ക് ഫൈനൽ റിസൾട്ടിൽ ഈ എക്സ് ആൻഡ് വൈ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് ആണോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം? നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഇതിനൊരു കോർഡിനേറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ബൗണ്ടറിക്ക്, ഈ വിൻഡോക്ക് ഒരു ബൗണ്ടറി പോയിന്റ്സ് ഉണ്ട്. ഇവിടെ എക്സ് ഡബ്ല്യു മിനിമം, വൈ ഡബ്ല്യു മിനിമം, ദെൻ എക്സ് ഡബ്ല്യു മാക്സിമം ആൻഡ് വൈ ഡബ്ല്യു മിനിമം എന്നുള്ള പോയിന്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഇതിനൊക്കെ ഓരോ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതിനകത്താണോ ഈ പോയിന്റ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു എക്സ് വൈ, ദെൻ എക്സ് ഡബ്ല്യു മിനിമം ആൻഡ് വൈ ഡബ്ല്യു മിനിമം ആണ് ഈ ഒരു ബൗണ്ടറി ലൈന്. ഇതാണെന്നുണ്ടെങ്കിൽ എക്സ് ഡബ്ല്യു മാക്സിമം ആൻഡ് വൈ ഡബ്ല്യു മിനിമം. ഇതാണെങ്കിൽ എക്സ് ഡബ്ല്യു മാക്സ്, വൈ ഡബ്ല്യു മാക്സ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഡബ്ല്യു മിനിമം ആൻഡ് വൈ ഡബ്ല്യു മാക്സ്. ഇതാണ് 4 ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ ഈ എക്സ് വൈ എന്ന് പറയുന്നത് ഇതിനകത്താണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായി, അത് പോയിന്റ് ക്ലിപ്പിംഗ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് പറയാൻ പറ്റും. ഔട്ട്സൈഡ് ആണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയാം, അതിനെ നമുക്ക് ബോദർ ചെയ്യേ വേണ്ട. ഓക്കെ, ഇത് ഡിസൈഡ് വെദർ ദ പോയിന്റ് എക്സ് വൈ ഈസ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ വിൻഡോ. ദെൻ എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എക്സ് ഷുഡ് ബി ഫോൾ ബിറ്റ്വീൻ എക്സ് ഡബ്ല്യു മിനിമം ആൻഡ് എക്സ് ഡബ്ല്യു മാക്സിമം. വൈ ഷുഡ് ബി ഫോൾ ബിറ്റ്വീൻ വൈ ഡബ്ല്യു മിനിമം ആൻഡ് വൈ ഡബ്ല്യു മാക്സിമം. ഇതിനകത്ത് ഉണ്ടാവണോ നോക്കിയാൽ മതി അല്ലേ. മീൻസ് ഫോർ ഇൻഇക്വാലിറ്റീസ് എക്സ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മിനിമം, അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മാക്സിമം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ വൈ കണ്ടീഷൻ വൈൻ്റെ ആണെന്നുണ്ടെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ഡബ്ല്യു മിനിമം ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഡബ്ല്യു മാക്സിമം. ഇഫ് എക്സ് ആൻഡ് വൈ സാറ്റിസ്ഫൈസ് ഓൾ ദ ഫോർ, ആദ്യം ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മിനിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ നോക്കുക, അതേപോലെ തന്നെ എക്സ് ഡബ്ല്യു മാക്സിമത്തിനേക്കാളും ചെറുതാണോ നോക്കുക, അല്ലെങ്കിൽ വൈ ഡബ്ല്യു മിനിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ, അല്ലെങ്കിൽ വൈ ഡബ്ല്യു മാക്സിമത്തിനേക്കാളും ലെസ് ദാൻ ആണോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് സേവ്ഡ്. എൽസ് എന്ത് ചെയ്യുക, നമുക്ക് ആ പോയിന്റ്സിനെ എലിമിനേറ്റ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. ഇതാണ് പോയിന്റ് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ആ സെലക്ട് ചെയ്ത പോയിന്റ് ഈ 4 ഇൻഇക്വാലിറ്റീസിനകത്താണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് സേവ് ചെയ്യുക, എൽസ് ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ ക്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് പോയിന്റ് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ലൈൻ ക്ലിപ്പിംഗ് ആണ് നെക്സ്റ്റ് വീഡിയോ.